ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മൈ ടേഡിക്ക വാട്ടർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളിയായ ടോപ്പിക് ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഏത് ഗണ്ണ് ഉപയോഗിച്ചാൽ നല്ല വൃത്തിയിൽ ഹെഡ്ഷോട്ട് അടിക്കാൻ നല്ല ട്രിക്കുമായിട്ടാണ്. അപ്പോൾ ഇതിൽ കുറേ ട്രിക്ക് പറയുന്നില്ല, കുറച്ച് ട്രിക്ക് പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടറിൽ കുറച്ച് മാറ്റം വരുത്തണം. അപ്പോൾ നല്ലോണം ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുന്ന കുറേ ക്യാരക്ടറുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സ്പെക്ടേറ്റേഴ്സിൻ്റെ എണ്ണം കൂടുകയും പിന്നെ ഇരുമ്പ് നമ്മുടെ ഹെഡിലോട്ട് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡാമേജ് കുറയ്ക്കുകയും എന്നാൽ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ഡാമേജ് കൂട്ടി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഇതാണ്. പിന്നെ നമ്മുടെ ഗണ്ണിന് ആക്യുറസി അങ്ങനെയുള്ള അപ്പോൾ നമ്മുടെ ഗണ്ണിന് ആട്രിബ്യൂട്ട്സിൽ റേറ്റ് ഓഫ് ഫയർ ആക്യുറസി ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് തരുന്ന കുറേ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ലൂണ ക്യാരക്ടർ. നല്ല ദിവസം നമുക്ക് ആക്യുറസി കിട്ടും. ഹെഡിലോട്ട് തന്നെ ആയിരിക്കും നമ്മുടെ എയിമെല്ലാം പോവുക. പിന്നെയുള്ള ഒരു ക്യാരക്ടർ ഏതെന്ന് വെച്ചാൽ നമ്മുടെ DB ക്യാരക്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിരിക്കും ഹെഡ്ഷോട്ട് അടിക്കുന്നതിന്. കാരണം നമ്മൾ റൈഫിൾസ് പോലുള്ള ഗണ്ണ് യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് ആക്യുറസി ഒരു 50% ആക്യുറസി ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. ദൂരെ കൂടെ പോകുന്ന എനിമിനെ ആണെങ്കിൽ നമുക്ക് അവരെ ഹെഡ് അടിക്കുമ്പോൾ നല്ല ആക്യുറസി കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഗണ്ണിന് ആക്യുറസി ഇല്ലെങ്കിലും നമുക്ക് ഇതിന് ആക്യുറസി കിട്ടുക, ഈ ക്യാരക്ടർ വെച്ച് ആക്യുറസി കിട്ടുന്നതുകൊണ്ട് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു 50% നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാനാവും. അപ്പം ആദ്യം നമ്മളിപ്പോൾ ഒരു പകുതി ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഇത് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് DBNL നിങ്ങൾക്ക് അങ്ങനെ ഇടേണ്ട വേറെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ നിങ്ങളുടെ ഗണ്ണിന് അതേപോലെ നല്ല സ്കിന്ന് വേണം, നല്ല ആട്രിബ്യൂട്ടുള്ള. അപ്പോൾ ആട്രിബ്യൂട്ടൊന്നും ഇല്ലാത്ത ഗൺ സ്കിന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ചൊരു ഇത് കിട്ടണമെങ്കിൽ അടിക്കുമ്പോൾ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ക്യാരക്ടർ സ്കിന്നെ യൂസ് ചെയ്യേണ്ടി വരും, ആക്യുറസി ഒന്നും ഇല്ലാത്തതാണെങ്കിൽ. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പം ഒരു ഡെസേർട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ സെൻസിറ്റിവിറ്റിയുടെ കാര്യവും കൺട്രോളും പിന്നെ കുറച്ച് ട്രിക്സും പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നല്ല ഒരു സ്പേസ് എടുത്തിട്ട് എനിമിയുടെ നിന്ന് സ്പേസ് എടുത്തിട്ട് കളിക്കുക. പിന്നെ നമ്മൾ മാക്സിമം ജമ്പ് ചെയ്തുകൊണ്ട് കളിക്കുക. പിന്നെ നമുക്ക് ഒട്ടാവുന്നില്ലെങ്കിൽ നമ്മൾ സിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് മിക്കതും ഹെഡ് കയറാണ്ട് വളരെ നല്ല ചാൻസ് ആയിട്ടുള്ളവരും. കാരണം സിറ്റ് ചെയ്യുക എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. ഡെസേർട്ടിനും പറ്റും, വുഡ് പക്കർ അങ്ങനത്തെ കഴിഞ്ഞെല്ലാം നല്ലതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട നമ്മുടെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളാണ്. അപ്പം സെൻസിറ്റിവിറ്റി നിങ്ങളുടെ ഫോണിന് ആവശ്യമായി അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വിക്ക് വെപ്പൺ സ്വിച്ചാണ്. അപ്പോൾ ഇത് ഓഫായിരിക്കുന്നുണ്ടാവില്ല, അത് ഓണാക്കി വെക്കുക. അതിൻ്റെ ഉപകാരം ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ കൺട്രോളിൻ്റെ കസ്റ്റമിച്ചോടി ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ഫയർ ബട്ടൻ്റെ കുറച്ച് വെക്കാൻ നോക്കുക. പിന്നെ എല്ലാം ഇതേപോലെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ സൈസ് കുറച്ചും പിന്നെ എല്ലാം ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്വിക്ക് വെപ്പൺ സ്വിച്ച് എങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്വിക്ക് വെപ്പൺ സ്വിച്ച് ഇല്ലാതെ പറഞ്ഞ നമ്മുടെ ഡ്രാഗ് നേരെ പോയി കാറിലോ ഇല്ലെങ്കിൽ ഹൈ ആയിട്ട് പോകും. പിന്നെ ഒരു കാര്യമാണ് ഈ ഡ്രാഗിങ്. എന്നാൽ പല രീതിയിലുള്ള ഡ്രാഗ് ഉണ്ട്, സൈഡിലോട്ടുള്ളതും അങ്ങനെ പല ഡ്രാഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന എനിമിക്ക് നമ്മളിങ്ങനെ ടിക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു അടിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അവരുടെ മേത്ത് കൊള്ളൂല. അപ്പോൾ എയിം ലോക്കൊന്നും ആവില്ല. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ടേക്ക് നമ്മുടെ ഫയർ ബട്ടൺ ജസ്റ്റ് മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഹെഡ്ഷോട്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ബുള്ളറ്റ് ഇതേപോലെ ഇപ്പോൾ കണ്ട പോലെ ഇങ്ങനെ പൊങ്ങി പോവില്ല. കറക്റ്റ് അത് പോയി ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റക്കാവും. അപ്പോൾ നമ്മൾ എനിമിനെ അടിക്കുമ്പോൾ ആ സ്റ്റക്കാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ തലയുടെ മുകളിൽ നിന്ന് ഓവറായിട്ട് പോകും. അപ്പോൾ നമ്മൾ ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യണം, അത് അവരുടെ ഹെഡിൽ പോയിട്ട് അവിടെ നിന്ന് സ്റ്റക്ക് ആയിക്കോളും. അപ്പോൾ നമുക്ക് നല്ല വിധത്തിൽ ഹെഡ് കയറുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണാൻ ഞാൻ കുറേ വട്ടം നോക്കുമ്പോൾ ആവുന്നില്ല. പക്ഷെ ഞാൻ ക്വിക്ക് വെപ്പൺ സ്വിച്ചും പിന്നെ ഈ സിറ്റ് ചെയ്തിട്ട് അടിക്കുന്നതാണ് കുറച്ചുകൂടി നമ്മുടെ ഡെസേർട്ടിലെല്ലാം യൂസ്ഫുൾ ആവുന്നത്, വുഡ് പക്കറിൽ. അപ്പോൾ നമുക്ക് ആദ്യം ആവുന്നില്ലെങ്കിൽ നമ്മൾ സിറ്റ് ചെയ്തിട്ട് കുറച്ച് മൂവ്മെൻറ്റ് പഠിക്കും ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് അടിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഇപ്പം നമ്മൾ ന്യൂവാക്കിയിട്ട് അടിക്കുന്നതിന് വരെ ജസ്റ്റ് അവിടെ നിന്നൊന്ന് കറങ്ങിക്കൊണ്ട് അടിക്കാൻ നോക്കുക. അങ്ങനെ എനിമിക്ക് നമ്മുടെ ഹെഡ് അങ്ങനെ കിട്ടുകയൊന്നുമില്ല. അപ്പം നമുക്ക് വേഗം അവരുടെ ഹെഡ് കയറുകയും ചെയ്യും. അവർക്ക് തന്നെ നമ്മളെ വേഗം ഹെഡ് അടിച്ചിടാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഇതൊരു സിമ്പിൾ ഒരു ട്രിക്കാണ്. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിൻ വേണ്ടത് പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഏതായാലും
എങ്ങനെയാണ് നമുക്ക് ഓരോ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി കണ്ടെത്തേണ്ടതെന്ന് ഉള്ള വീഡിയോ ഞാൻ ഇടാം. അപ്പം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ്. നമ്മൾ കഴിയുന്നത് നല്ലോണം കളിക്കാൻ നോക്കുക ഗെയിം. അങ്ങനെ നമുക്ക് നല്ല രീതിക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടും. പിന്നെ ഈ M80 M10 എന്നീ ഗണ്ണെല്ലാം ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് നിൽക്കണം. അപ്പോൾ അടുത്ത് പോയി കളിക്കുമ്പോൾ നമ്മുടെ എയിം ബട്ടൺ ഉണ്ടാവുമല്ലോ ആ സെൻറ്ററിലുള്ള, അത് അവരുടെ ബോഡിയിൽ വെച്ചിട്ട് അടിക്കാതെ ഒന്നെങ്കിൽ അവരുടെ കാലിൻ്റെ ആ നിലത്തെ പോർഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കണം. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ ബോഡിയുടെ അവിടെ വെച്ചിട്ടൊന്നും അടിക്കുന്നൊന്നും കൊള്ളുന്നില്ല. എന്നാൽ ആ ലെഗിൻ്റെ ആ ഏറ്റവും അടിയിൽ വെച്ചിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഹെഡ് കയറുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ M80 M10 എല്ലാം ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ സൈഡിലാണ് എനിമിയെങ്കിൽ സൈഡിൽ ഡ്രാഗ് ചെയ്യുക. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഈ സൈഡിലെല്ലാം ആകുമ്പോഴേക്കും ഞാൻ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രാഗ് ചെയ്യുമ്പോഴും എനിമി ഏത് സൈഡിലാണ് നിൽക്കുന്നത് ആ സൈഡിലോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് ശ്രമിക്കുക. നിങ്ങളുടെ സ്ട്രെയിറ്റ് ആണ് എനിമെങ്കിൽ നേരെ അങ്ങ് ഡ്രാഗ് ചെയ്തോളാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ക്വിക്ക് വെപ്പൺ സ്വിച്ച് അതങ്ങ് യൂസ് ചെയ്യണം. ഓരോ ഇതാക്കുമ്പോഴും ഓരോ തവണ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബുള്ളറ്റ് അധികം തെറിക്കാതെ കറക്റ്റ് ഹെഡിൽ തന്നെ വന്നേക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ അധികം ലെങ്തി ആക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാൻ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇറ്റ്സ് മീ TD Coulter സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.